സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ചന്ദ്രൻ ബ്രോ ശരി പോയി പറഞ്ഞാ മതി. നീ അവസ്ഥ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം അവിടെ നിൽക്കൂ. ഇല്ല അവിടെ ഇവനെ തോളത്തിട്ടോ നമുക്ക് വണ്ടിയുടെ ഹോസ്റ്റേജിനെ കിട്ടിയിട്ടുണ്ടേ പോവാ. വണ്ടി കയറാൻ പറ്റുന്നില്ലടാ. വണ്ടി കയറാൻ പറ്റുന്നില്ല. ശരി കയറ്. പേരെന്താ? വണ്ടി പെട്രോൾ ഇല്ല സ്ഥലം പറഞ്ഞേ. എടാ നമ്മളെ പിക്ക് നമ്മളെ വണ്ടി പിക്ക് ചെയ്യണം. ഒരു വണ്ടി പിക്ക് ചെയ്യണേ. ഫ്യൂലില്ല. ഗൾഫി ഗ്യാങ് കൊണ്ട് എടുത്തോണ്ട് ഇവര് ഡൗൺ ആയതല്ലടാ. കണ്ണ് കാണത്തില്ലല്ലോ. ഫുഡ് ഉണ്ടോന്നാ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എനിക്ക് പോവാൻ വന്ന വണ്ടി ഉണ്ടോ? ലക്ഷറി വണ്ടി കണ്ടേ. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? അത് കുഴപ്പമില്ല. കിട്ടാറുണ്ട്, കിട്ടി മേടിച്ചിരിക്കുക. എടാ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു മുതുകത്ത് വാളം വെച്ചുകൊണ്ട് നടക്കുന്നവന്റെ പേരെന്തുവാ? മുതുകത്ത് വാളോ? അതല്ല, അത് ലക്കിയല്ല. ലക്കിയല്ലാണ്ട് വേറെ ഒരുത്തണ്ട്. ലക്കിന്റെ സൗണ്ട് മുതുകത്ത് വാളോ? ഏയ് വാളൊന്നും വെച്ചിട്ടാരും പോലല്ലേ. ഞാൻ ഇടിവെട്ടു. മുതുകത്ത് വാളടിച്ചു കിടക്കണ ആളെ ഫോൺ തരുമോ? ഞാൻ വിളിക്കും. എടാ നിന്റെ സ്വന്തം ഗ്യാങ്ങിനുള്ളവരെ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, ഞാൻ ഇതുവരെയായിട്ട് മുതുകത്ത് ഞങ്ങളാരും ബാഗ് ഒന്നും ഇട്ട് നടക്കില്ല. ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വണ്ടി എനിക്ക് EMS സെറ്റ് ആക്കി തരുമോ? അതിപ്പോ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ ലീവ് ഏരിയ എന്നൊക്കെ പറയുന്നുണ്ട്. പിടിച്ച സൂചിയൊക്കെ പോലും അങ്ങേർക്ക് ഭ്രാന്താണ്. സ്ട്രക്ചറിൽ കിടത്തിട്ട് അങ്ങേർക്ക് ഭ്രാന്താന്നോ? അതരാ ആ സ്വാമിക്ക് ദ്രോണന് ശരിക്ക്. ഞാൻ ഗ്യാങ്കോസ് എത്തി. ഞാൻ ഇവനെ ഹോസ്റ്റലിനെ കൊണ്ടുവരും. നീ നമ്മുടെ ഗ്യാങ് കണ്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ട് ഇവിടെ ജെയ്സൺ ഉണ്ടോ? ഞാൻ 2 ദിവസം കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇല്ല ആള് വന്നിട്ട് കുറെ ദിവസമായി. കൊള്ളാലോ. എല്ലാരും മാന്യമായി പെരുമാറണം. ഞാൻ ഇടിവെട്ട് പോനും ഇവിടെ ആദ്യമായിട്ട് അല്ലല്ലേ നിന്റെ മുമ്പ് ജേസൺ കേറി. സോറി, നിന്റെ കൂടെ ഉള്ള ജേസൺ തന്നെ കേറി. എനിക്കത് യൂസ് ചെയ്യാൻ പറ്റൂലേ? എന്താ നീ കിടന്നോ? ഇരുന്നാ മതി, നീ കിടക്കാൻ നിക്കണ്ട. നിനക്ക് എന്താ വേണ്ട ഇരുന്നോ? ഉടുപ്പൂരി ഉടുപ്പൂരിക്കോ? നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഉടുപ്പൊക്കെ ഊരണം. ഹലോ ഉടുപ്പല്ല പാര് ഫസ്റ്റ് ഉടുപ്പിട്. നീ ഒന്ന് എണീച്ചാണ്. ഇങ്ങോട്ടോ. ആ ബൂട്ട് അങ്ങോട്ട് വര്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. നിന്റെ ചെവിയിൽ എന്തിരിക്കണ? നിന്റെ ചെവിയിൽ അങ്ങോട്ട് ഊര്. ആ അങ്ങനെ തന്നെ. ഇനി നീ ഒന്ന് കുനിഞ്ഞാണ് കാണട്ടെ. വെറ്റി. ലാപ് ഡാൻസ്. എടാ കുനിഞ്ഞിക്കറോടെ.
ഇല്ല റോഹ വെയിറ്റ് നിന്റെ hammer ഇപ്പൊ എടുക്കണ്ട. ഒരു ഫോട്ടോ ഇല്ല അതല്ല ഒരു ഫോട്ടോ എടുക്കണം നീ ഒന്ന് കുനിഞ്ഞാണ് കുനിഞ്ഞിക്ക് നീ അതെങ്ങനെയാണ് ബ്രോ ലാബ് ഡാൻസ് അല്ലടാ കുനിഞ്ഞ് നിക്കണം കൺട്രോൾ ബ്രദർ ക്രൗച്ച് അതിനാണ് കുനിഞ്ഞിരിക്കുക ഒരു ഫോട്ടോ എടുത്താണ് ഫോട്ടോ എടുക്കണേ. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ ഫോണില്ല. ഒരു ഫോണൊക്കെ മേടിക്കുക കൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എല്ലാരും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞാണ് വെയിറ്റ് ഒരു ഫോട്ടോ. പിന്നെ വേറെ ഏതോ ഒരുത്തും പറയായിരുന്നേ ഒരുത്തനല്ല സോറി ഒരു പരവ A few moments later. ഞാൻ പാട്ട് പറഞ്ഞില്ല. ഒരു മിനിറ്റ് 70 അതോ 701 പാട്ട് നോക്കട്ടെ. ഒരു മിനിറ്റ് പാട്ട് നോക്കട്ടെ. ലാബ് ഡാൻസ് കളിപ്പിക്കാവനെ കൊണ്ട് ഇവന്മാരുടെ കൂട്ടത്തിൽ ആരാ തെറി വിളിച്ചേ നിനക്കറിഞ്ഞൂടാ നീ അമ്പി അതുകൊണ്ടാണ് നിന്റെ അടുത്ത് റേഡിയോ കണക്ട് ചെയ്ത് ചോദിക്കാൻ പറഞ്ഞത്. റേഡിയോ ഇല്ല ബ്രോ റേഡിയോ ഇല്ലേ റേഡിയോ എടുക്കാ പോക്കറ്റിന്റെ നമ്പർ തരായിട്ടുണ്ട്. പെട്ടെന്ന് എടുത്ത് തിരിച്ചറിഞ്ഞേ. ആരെ കണ്ടു ഇപ്പൊ കൊല്ലുന്നില്ലേ ലാസ്റ്റ് വാണിങ്ങാണ്. ഹലോ 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 ഒരു മിനിറ്റ് ഹലോ ഞാനാ ഇല്ലോട്ട് പോനും എന്നെ ഹോസ്റ്റേജ് ആക്കി. ആരാ തെറി വിളിച്ചേന്ന്? ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ആരാ തെറി വിളിച്ചെന്നാ ചോദിക്കുന്ന? ആരും വിളിച്ചിട്ടില്ലെന്നാ. ആരും വിളിച്ചിട്ടില്ല. ബ്രോ ഒന്ന് മ്യൂട്ടോ. നിന്റെ ബ്രെയിൻ മണ്ട. നീ റേഡിയോ കേറി മലയാളത്തിൽ ചോദിക്ക്. അവര് അവരെന്തോ അങ്ങനെ കൊറേ എന്തോ പറ കേക്കട്ടെ. ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നല്ലേ പറയുന്നത്? കണ്ണാടി നോക്കി വിളിക്ക്. ബ്രോയ് ഒരു മിനിറ്റ് പാട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴല്ലേ റേഡിയോ കയറാൻ പറഞ്ഞേ? ആ പറഞ്ഞു. അവന്മാര് അറിയണ ആരും വിളിച്ചിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ ആ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. അതാ എന്റെ റേഡിയോ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ വെടിവെക്കുന്നവരുണ്ടോ ചോദിച്ചോ? അതടുത്തവൻ ഇവരല്ല ചോദിച്ചേ. ഇവൻ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. എന്നാ ചോദിച്ചവനെ വിളി. റേഡിയോ ഡ്രോപ്പ് ചെയ്തേ. പുറത്തോട്ട് എന്തിനാ സുഹൃത്തെ പോന്നേ? അവന്മാർ ഐഡിയ ഒക്കെ പിന്നെ പറഞ്ഞു. ഇവിടെ നിക്ക്. എടാ എടാ നീ ഇവിടെ നിക്ക്. നീ നിലത്ത് നിക്കടാ. നീ അങ്ങോട്ട് ആകാശത്ത് പറന്നു പോണ. നീ നിനക്ക് ആര് സാറ്റലൈറ്റിൽ ഇരിക്കണത്? ബ്രോ ആ സാറ്റലൈറ്റ് ഇവിടെ നില്ല്. തിരിഞ്ഞല്ലടാ ഫോട്ടോ എടുക്കണം. ബ്രോ ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ നിന്ന 3 പേരോ ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ നിന്ന് ആരൊക്കെ റേഡിയോ വേഗോട്ടെ എനിക്ക് ബിരിയാണി തിന്നാനുള്ളതാണ് വേഗം റേഡിയോ തരി റേഡിയോ തിന്നുന്നേ തെരി പുള്ളി എടാ റേഡിയോ തന്നു എനിക്ക് എന്നാ എടുത്തോ. ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ആർക്കാ കിട്ടിയത് പിന്നെ ആർക്കാ രണ്ട് റേഡിയോ അല്ലേ? അതെ അപ്പൊ പിന്നെ നിനക്ക് തന്ന സാധനം വേറെ ആക്കണം. എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ വേണമെങ്കിൽ നോക്ക് അത് ഞാൻ കൈയിട്ട് നോക്കണോ? നിന്റെ മോഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ഇങ്ങോട്ടോ എടാ കൈ വെക്കിക്കോ, നീ ഒന്ന് കൈ വെക്കിക്കേ. ഒരു മിനിറ്റ് ഇങ്ങോട്ടോ ഒരു സെക്കൻഡ് നീ ഒന്ന് കൈ വെക്കടാ. അവന്റെ ഒന്നുമില്ലടാ, അവന്റെ ഇല്ല. റേഡിയോ കൊടുത്തടാ. രണ്ട് റേഡിയോ ആർക്കെങ്കിലും ഉണ്ടോ നോക്കിയേ, പെട്ടെന്ന് നോക്ക്. ഇവിടെ നിന്നവരാരാന്ന് വെച്ചാൽ നോക്കിയേ. മാമ ഞാൻ ഇതൊരു ടോക്സിക് ആയ കണ്ടിട്ടുണ്ട്. മാമ ഇങ്ങോട്ട് വന്നോ. ഞാൻ എന്റെ റേഡിയോ വന്നിട്ടുണ്ട്. കണക്ട് ഹോസ്പിറ്റലിൽ എന്നാ 3 പേര് ആരൊക്കെയാണെന്ന് ഹലോ ഹോസ്പിറ്റലിൽ എന്താ 3 പേര് ആരൊക്കെ? ഏയ് പറയണ കേക്കടോ അണ്ണാ, ഹോസ്പിറ്റലിൽ എന്താ ആരൊക്കെ? ഒരു മിനിറ്റ് ഒന്നും ഉണ്ടായിരിക്കും, എനിക്ക് കേക്കല്ല. അതാ അണ്ണാ ഓലെല്ലാരും ഉണ്ട്. എത്ര പെണ്ണെടുത്തോണ്ട് വരും. എല്ലാരും ഉണ്ടായിരുന്നു. എന്നാ ഒരു 15 കണ്ണായിട്ട് ഗ്യാങ് ഹൗസ് വരാൻ പറ. എല്ലാരും ഉണ്ടായിരുന്നു. എന്നാ നിങ്ങളോട് 15 കണ്ണായിട്ട് കേക്ക് ഹൗസിൽ വരാണ്. എല്ലാരും ഉണ്ടെങ്കിൽ എണ്ണ അനുസരിച്ചാണ്. എല്ലാരും ഉണ്ടെങ്കിൽ 15 കണ്ണോട്ട് വരാണ്. എണ്ണ അനുസരിച്ചിട്ട് അത്ര കണ്ണ. മുതുകത്ത് വാളം വെച്ചോണ്ട് നടക്കുന്നവരാ. ഹലോ മുതുകത്ത് ഈ മുതുകത്ത് വാള എടോ ഒന്ന് ഞാൻ പറഞ്ഞ കേക്കടോ, ഒന്നും ഉണ്ടാതിരിക്കടോ. ഞാൻ ഹോസ്റ്റേജാണ്, അതിനുള്ള വിലയിന് തരണോ. എടാ അളിയാ നിന്നെ ഞാൻ വെളിന്ന് വിളിച്ചതിന് സോറി ഇട്ടടാ. സീരിയസ് ആയിട്ട് എനിക്ക് എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. സോറി സെന്റിമെന്റ്സ് മെഴുകണ ഇവിടെ അല്ല അണ്ണാ ഇതൊക്കെ എത്ര ആളവിടെ ഉണ്ടായത്? അവരൊക്കെ അനുസരിച്ചിട്ട് ഓരോൾക്ക് ഓരോ ഗണ്ണ്. എത്ര ആളവിടെ ഉണ്ടായത്? 3 പേര് അത്ര. 3 പേര് അല്ല. നേരത്തെ എന്തിനാ 15 പറഞ്ഞേക്ക്? നേരത്തെ എന്തിനാ 15 പറഞ്ഞേ? നേരത്തെ എന്തിനാ 15 പറഞ്ഞേന്ന്? അത് ഞാൻ അറിയാതെ പറഞ്ഞതാണ്. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ചന്ദ്ര ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എല്ലാരും ഉണ്ടായിരുന്നു. മുതുകത്ത് വാള് ആ മുതുകത്ത് വാള് വെച്ചാരാ? കട്ടാന. മാക്സ് അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ 15 എല്ലാരും ഉണ്ടായിരുന്നല്ലേ കോള്? ഫൈനൽ കോളല്ലേ? മാറ്റില്ലല്ലോ. ഫൈനൽ കോളല്ലേ? മാറ്റല്ലല്ലോ. എല്ലാരും ഉണ്ടായിരുന്നു ചോദിച്ചേ. എല്ലാരും ഉണ്ടായിരുന്നോ? ഹോസ്പിറ്റലില് പുറത്തെല്ലാരും 15 പേര് പുറത്തുണ്ടായിരുന്നു. 15 പേരുണ്ടായിരുന്നു. 15 പേര്. അപ്പൊ 15 എണ്ണേ. 15 എണ്ണം മേടിച്ച ഒരാൾ ഇവിടെ മാക്സ് കൂടെ 15 മുതുകത്ത് വാളുള്ളവൻ ഇവിടെ വന്നു. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യൂല. എനിക്കൊന്നും കേക്കാല്ല. ഇത്രയും വലിയ ഹെഡ്ഫോൺ ഒക്കെ ഒന്നും കേൾക്കാൻ നോയിസ് ക്യാൻസലേഷൻ വെച്ചാനേ. ശരി എന്നോട് തന്നെ വെക്കാനേ പറഞ്ഞിട്ട് പിന്നെ അവരൊക്കെ. അത് ഹെൽമെറ്റിന്റെ കൂടെ അല്ല ഹെൽമെറ്റ് വെച്ചോട്ടെ. റേഡിയോ കണക്ട് ചെയ്ത് പറഞ്ഞില്ലേ 15 പേരും മാത്സും. 15 പേരും മാത്സും 15 ഗണ്ണും 15 പേര് ഈ മാത്സ് ഒന്ന് വരുമോ? 15 ഗണ്ണും മാത്സും 15 പേരും മാത്സും വേണ്ട. എന്തിന്? സോറി 15 ഗണ്ണും
15 ഗണ്ണം മാക്സ് 15 ഗണ്ണ് മാക്സ്. നീയായിരുന്നാ? ഇപ്പൊ വേണ്ട ഇനിയിപ്പോ ഞങ്ങൾക്ക് അറിയണ്ട ആരാ 15 ഗണ്ണം മാക്സ് വന്നാ കളി നമ്മളോടാ. ആളെ ഇപ്പൊ കിട്ടും അറിയോ? വാ കാണാം. ഇപ്പൊ കിട്ടി റോഹാനെ ബ്രോ ഒന്നും ഉണ്ടായിരിക്കാൻ പറയും കേക്കല്ലാതാ. ഒന്നും കേക്കാല്ല, ഒന്നുകൂടെ പറയോ? സാരേ ഇല്ലടാ, ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്ക്. അടുത്ത ദിവസം നമുക്ക് അമ്മാരെ പോയിട്ട് അതിന്റെ ഇരട്ടി നമ്മൾ മേടിക്കാം. ഞാൻ എടുത്തു കൊടുത്ത ഒരു ഫോട്ടോ എന്നെ പിക്കാക്കാൻ പറ്റുമോ? വണ്ടിയിൽ പെട്രോൾ ഇല്ല. എന്തേലും പറയുക, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ വർത്താനം അവിടെ 15 എണ്ണം മാനത്തോ കുലുക്കിടണല്ല വെയിറ്റ് ചെയ്യാൻ പറയാ. 3 എണ്ണം കുലുക്കിടണല്ല വെയിറ്റ് ചെയ്യാൻ പറയാ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി ചില ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഇവനെ കൊല്ലണ്ടായി. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല, വഴക്കും വക്കാണൊക്കെ അടുത്ത്. ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. പിന്നെ ഞാൻ എങ്ങനെ ഉണ്ട്? ഞാൻ മോട്ടിവേഷൻ തരും. ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിന് ഒപ്പം നിൽക്കണ ഒരാളാണ്. ഞാൻ അറിഞ്ഞു നോക്കുവായിട്ട് ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. ഒറ്റ കാര്യം, ഹോസ്പിറ്റലിൽ വന്നവന്മാരൊക്കെ അവരെല്ലാവരും ഉണ്ട്. എത്ര നമുക്ക് നമ്മളെ ഫ്രണ്ട് അവിടെ ഉണ്ടാവൂല. വയനാട്ടോ ഞാൻ പഠിപ്പിച്ചേക്കണം. അവന്മാർക്ക് അറിയത്തില്ല എന്താ അവരെല്ലാവരും ഉണ്ട്. എത്ര A few moments later. അതാ കത്തി. ഇവിടെ വണ്ടി എടുത്തണ്ട പമ്പാണ് അപ്പുറത്ത് കത്തു. പഠിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞേന്നുള്ളൂ. വണ്ടി എത്തിയ പ്രശ്നവും പറഞ്ഞില്ലേ? കത്തിയില്ല പഠിപ്പിക്കല്ലേ. കത്തിയ പ്രശ്നവും. അവിടെ നിക്ക്. സറണ്ടർ അടിച്ചിരി. ഹെൽമെറ്റ് ഊരിക്കോ, പാന്റ് ഊരിക്കോ. ഹെൽമെറ്റ് പാന്റ് ഊരിക്കോ. ഹെൽമെറ്റ് ഊരിക്കോ. എന്നിട്ട് സറണ്ടർ അടിച്ചിരുന്നു. നിങ്ങൾ ആരടാ സറണ്ടർ അടിച്ചിരുന്നോ? എങ്ങോട്ട് വന്നാടാ? അയ്യോ പാൻറ് ഇടറാ. എന്തുവാടാ ഇത്? 5 വണ്ടി എടുക്കാനുള്ളത് എന്തുവാടാ ഇത്? 6 എടാ റോഹ പാൻറ് ഇട്ടറാ, പാൻറ് ഇട്ടോട്ടടാ. ഒരു കാര്യം ചെയ്തു. അടേ ഇത് ആരാടാ സൈഡിൽ പോയി ഇങ്ങനെ പാൻറ് ഇട്ടോട്ടടാ. മറ്റേ ഇല്ലേ വായിക്കൊള്ളാത്ത പേരുള്ള ഒരുത്തരുണ്ടല്ലോ, പാൻറ് ഇട്ടോട്ടെ. കാവാപൂച്ചാക്കിയോ? അവൻ പാൻറ് ഇടട്ടെ. പാന്റ് ഉണ്ടോ അവിടെ കിടക്കട്ടെ. അവൻ ഇത്ര സഹായിച്ചില്ലടാ. അവരോട് ഇവിടെ വരാൻ പറ. നീ ഓവർ എക്സ്പ്രഷൻ ഇടുന്നോടാ. കൺട്രോൾ മൊത്തം എനിക്ക് കേട്ടോ. ഇവൻ കുറച്ച് ഓവറാ കേട്ടോ. അത് നോക്ക്, ഇവൻ കുറച്ച് ഓവറാ കേട്ടോ. എന്റെ കാലം വന്നാലും ചോട്ടല്ല. അപ്പൊ ഞാൻ താനെ നീച്ചു. മാമന്റെ ഫോൺ നല്ല ഫോണാണല്ലോ മാമ. അല്ല അല്ല ഒരു കാര്യം ചോദിച്ചോടാ. എന്റെ നമ്പറില്ല കേട്ടോ. എനിക്കറിയില്ല, ഞാൻ അവിടെ ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരുമ്പോഴല്ലേ എങ്ങളിന്റെ അടുത്തോണ്ട് പോയത്. നിങ്ങൾ എടുത്തോണ്ട് പോയത് എമർജൻസി കോളേ
എടാ നീ ഞങ്ങളുടെ ഗ്യാങ്ങിൽ വരുന്നോടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു മാമ എനിക്ക് ഇവനെ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ വരുന്നു. ഇവനാ റേഡിയോ സംസാരിച്ചപ്പോഴേ മാമ ഇവനാ റേഡിയോ സംസാരിച്ച് ഇവൻ പറയുവാണേ അതിനകത്ത് പകുതി പേർക്ക് എന്നെ വേണ്ടെന്ന്. ഞാൻ ചോദിക്കുവായിരുന്നു അങ്ങനത്തെ ഗ്യാങ്ങിൽ എന്തിനാ ഒരൊറ്റ ചോദ്യം, നീ DRV പോരുന്നു എന്റെ കൂടെ. എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. പറവനെ നീ പറവനെ. സീരിയസ് ആവണം, സീരിയസ് ആവണം, സീരിയസ് ആവണം, സീരിയസ് ആവണം. സീരിയസ് കണ്ണനെന്തേ എന്തൊരു സീരിയസ് സീരിയസ് ആവും കുട്ടി. നീ കണ്ണൈമ മാറ്റില്ല ഇവന്റെ കേട്ടോ, അടിച്ചിടുകയും ചെയ്യില്ല കേട്ടോ. ഹെൽമെറ്റ് ഇട്ടോ. അത് ഇനിയിപ്പോ നിങ്ങളിന്റെ അടുത്ത് കൂടെ വരുമ്പോ പോവും. അതാണ്. ഇല്ല ഞങ്ങള് പോകത്തില്ല, ഞങ്ങള് വരത്തില്ല. അവന്റെ അടുത്ത് പോവല്ല, അവന്റെ അടുത്ത് പോവല്ല. ഇങ്ങോട്ട് ക്യാൻസൽ ആവും. ഞാൻ കുറച്ചു സാധനം കിട്ടിയോ? സാധനം കിട്ടിയോ? എടാ സാധനം സാധനം കിട്ടിയോ? സാധനം കിട്ടിയോ? കൈ നോക്കി എക്സ് അടിച്ചു. ഇനിയിപ്പോ അതുവരെ നിക്കണം. ഇവനെ കൊടുവാണോ? ഇവനെ കൊണ്ട് വിടുവാണോ? അല്ല ഞാൻ കുറച്ചു കഴിക്കോളാം. കൊച്ചിറക്ക നീ മാമ ഇവന് പോണ്ടെന്ന്, മാമ ഇവന് പോണ്ടെന്ന്, മാമ ഇവന് പോണ്ടെന്ന്. നടപ്പ് പറയല്ലേ, അയ്യോ എന്നെ കൊണ്ടുപോവല്ലേ, അയ്യോ എന്നെ കൊണ്ടുവിടല്ലേ. വിട്ടിരിക്കണ കേട്ടല്ലോ. നിങ്ങളെന്താ നോക്കണം? ഞങ്ങൾ വണ്ടി നോക്കാം. നീ പോയാ, നീ പോയി, നീ ഹോസ്റ്റലിലേ പോയി, നീ ഒഴിവായി. നീ ഇന്നെങ്ങോട്ട് തന്നെ വിട്ടു. ഹോസ്റ്റേജല്ലേ ഇവിടെ എന്താ പറഞ്ഞ ഹോസ്റ്റേജ് കഴിഞ്ഞ് സാധനം കിട്ടിടാ, റിലീസായി. ഇവന് പോണ്ടെന്ന്. കുറച്ചു കഴിഞ്ഞിട്ട് പോയാ പോരെ. നീ ഇതുപോലെ തിരിച്ചു വരത്തില്ല കേട്ടോ. തുണിമണി ഒരു മിനിറ്റ് ലക്കി, ഒരു മിനിറ്റ് ലക്കി, നമുക്ക് വേണ്ടതേ ഡ്യൂറബിലിറ്റി 100 നോക്കാം. നമ്മുടെ ഇതൊക്കെ ഉള്ളൂ. അതെ നമ്മള് ഉള്ള പൈസ വെച്ച് മേടിച്ചാണ് ആ ഗെഡ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വിളിച്ചിട്ടില്ല. അഥവാ ഇനി നിങ്ങൾ അങ്ങനെ ഈ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മള് സോറി പറയാൻ റെഡിയാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാത്തിനും സോറി നിർത്താൻ. അല്ലാതെ ഞാൻ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അല്ല എടുത്തു പിടിക്കത്തില്ലായിരുന്നു. നാളെ കാണാം. നമുക്ക് എന്തൊക്കെ ഇറങ്ങി പോടാ. എന്തോ ആയിക്കോട്ടെ, ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോഴെങ്കിലും ഒരു ഇച്ചിരി ഇതുണ്ടെങ്കിൽ നമ്മള് തെറി വിളിച്ചാൽ നിങ്ങളെ നമ്പർ ഒന്നുമില്ല കയ്യില്. ചുമ്മാ എടുക്കാറില്ല. എന്റെ ഫോൺ പോലും ഇല്ലടാ. ചാറ്റ് കിട്ടാ മതി. ഓക്കെ, എന്റെ പേര് ഇടിവിട്ട് പോകാൻ കേട്ടോ, മറക്കല്ലേ. എന്റെ പേര് സ്റ്റാലിൻ. ഓക്കെ, ഞാൻ ഇടിവിട്ട് പോണേ, നമ്പർ ഉണ്ട്, മറക്കരുത്. നല്ലതാ, വെരി ഗുഡ്. വിളിക്കണതാ അയ്യോ അതല്ല, അങ്ങനല്ല. ഇല്ല ലക്കി, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നമ്മൾ അങ്ങോട്ട് എടുക്കത്തില്ല, നിനക്ക് അറിയാലോ, എന്നെ എണ്ണിയെ അറിയാലോ, നമ്മളെ അറിയാലോ. അങ്ങോട്ട് എടുക്കത്തില്ല, ഇങ്ങോട്ട് നമുക്ക് വേണേ ഇവിടെ ഇട്ട് വേണം തിരിച്ചു കൊണ്ടുപോകാൻ, മൂപ്പിക്കാൻ, ഇട്ട് അടുപ്പിക്കാം. അതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ആയോണ്ട് മാത്രമാണ്. പിന്നെ ഓക്കെ ബൈ.
റേഡിയോ ഒരു ദിവസത്തിൽ വെച്ച് ഞാൻ പോവുകയാണ് സഹോദര, പോവുകയാണ്. റേഡിയോയിൽ അങ്ങനെ സംസാരിച്ചു. താങ്ക് യു ഫോർ ദ ഫുഡ്. താങ്ക് യു ഒന്നും മനസ്സിലായില്ലല്ലേ? ശരി. ഒന്നും മനസ്സിലായില്ല. നിനക്ക് വരണ്ടാവോ പച്ചമുടി കൂട്ടുകാരെ? അവരുടെ കൂടെ തന്നെ പറഞ്ഞു വിട്ടെ, എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടാൻ പറ. പോയിട്ട് അടിക്കാതെ എന്റെ ഒപ്പം പാപ്പി ഉണ്ടായതല്ലോ, ഓൻ എവിടേക്കാ പോയി? നീ വണ്ടി കേറി